ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇതാ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഓപ്പൺ അല്ല. ഇന്നിവർക്കെല്ലാം ഭയങ്കര ഒരു റെസ്റ്റ് ഡേ ആണ്. റോഡുകളിൽ വണ്ടിയില്ല, പിന്നെ അതുപോലെ കടകളൊന്നും ഓപ്പൺ അല്ല. ഇവരെല്ലാവരും പള്ളിയിൽ പോവും, തിരിച്ച് വീട്ടിൽ വരും, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നത്തിങ് മച്ച്. അപ്പോൾ വെറുതെ റോട്ടിലോട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. പിന്നെ വേറെ കാര്യം, ഇവിടെ മലയാളീസ് ഉണ്ട്. ഇവിടെ മലയാളീസ് ഉണ്ടോയെന്ന് എല്ലായിടത്തും ഉണ്ടാവും, പക്ഷേ ഇവിടുത്തെ കാര്യം എന്താണെന്ന് അറിയില്ലേനും. അപ്പോൾ ഇന്നലെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ റാൻഡമായിട്ട് ഏതോ ഒരാൾ അപ്പോൾ മൂപ്പരിങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓനിവിടെ NIT പഠിക്കുകയാണ്, അപ്പോൾ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച കണ്ടോ, ഇവിടെ ഈ കടകൾ എല്ലാം ക്ലോസ്, ഒന്നും തുറക്കൂല. അതിപ്പോൾ എന്തിൻ്റെ കടയാണെങ്കിലും ഇവർ തുറക്കൂല. പിന്നെ അതെ ഇതുപോലെ ജസ്റ്റ് ബാക്ക് സൈഡ് തുറന്നിട്ട് അത്യാവശ്യക്കാർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പരിപാടി. സൺഡേ ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ വന്നിട്ട് അവനോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. ആള് വരുന്നുണ്ട്. ഫസ്റ്റ് മീറ്റിംഗ് മല്ലു ഇൻ മിസോറാം. ഹായ്, ഹലോ. ചാടിച്ചോ? ഒരു കട പോലും തുറന്നിട്ടില്ല, എല്ലാം ക്ലോസ് ആണ്. നമ്മളൊരു വാക്കിനിറങ്ങി, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് ഇപ്പോൾ ഒരു 1/2 കിലോമീറ്ററിൻ്റെ മേലെയായി നടക്കുന്നു. കടകളൊന്നും ഇല്ല. കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോകുന്നുണ്ട് മുന്നോട്ട്. റോഡ് സൈഡിൽ സൺഡേയിൽ ഇതുപോലെ കുറച്ച് പരിപാടികൾ ഉണ്ടാവും. വാട്ട് ഈസ് ദിസ്? നോക്കട്ടെ, കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതാ പോപ്കോൺ വാങ്ങി. പോപ്കോണിൽ ബട്ടർ ഇട്ടിട്ടുണ്ട് ഒരു സാധനം, 50 രൂപയാണ്. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ നമ്മൾ ഇത് മാത്രമാണ് ട്രൈ ചെയ്യുന്നത്. അതിൽ പെപ്പറാന്ന് തോന്നുന്നത്, മസാല കേട്ടോ, എന്തോ മസാല ആണ്. താങ്ക് യു. ഇതാ ഇത്രയും സെറ്റപ്പിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഇവർ പള്ളിയിലേക്കൊക്കെ പോവാ സൺഡേ. ഇതുപോലെ ഇവിടെ കടകൾ ക്ലോസ് ചെയ്തിട്ട് ഒരു മെല്ലെ തുറക്കും. ഇവർക്ക് കർഫ്യൂ പോലെയാണ് സൺഡേ. പക്ഷേ എല്ലാവരും എന്താ പറയുക, പള്ളി പരിപാടി വീട്ടുകാര്യങ്ങളിലായിട്ട് പില്ലാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിന് ഇവൻ്റെ NIT ഹോസ്റ്റലിലേക്കൊരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല, എത്ര വേണേൽ നടക്കാം. ബിക്കോസ് നല്ല വെതറാണ്, എല്ലാം ഓക്കെയാണ്. ഷിലോങ്ങിൽ ഇപ്പോൾ കഴിഞ്ഞ ചെറി ബ്ലസത്തിൻ്റെ പോസ്റ്റർ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആസാമിലും ഞാൻ ഈ സെയിം പോസ്റ്റർ കണ്ടു. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോർത്ത് ഈസ്റ്റിൽ എല്ലാ സ്റ്റേറ്റിലും ചെയ്യുന്നുണ്ട്. ബിക്കോസ് കുറേ ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന പരിപാടിയാണ്. ഇപ്പം മിസോറാമിനെ കുറിച്ച് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. മിസോറാമിൽ എല്ലാവരും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ ഡ്രസ്ഡ് ആണ്, ഭയങ്കര ക്ലീനാണ്. ലൈക്ക് എല്ലാ സ്ഥലവും ഭയങ്കര ക്ലീനാണ്. പിന്നെ ഇവരൊരു കൾച്ചർ ഇവർ വളരെ നല്ല രീതിയിൽ കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ കേരളത്തിലേക്കാളും ലിറ്ററസി കൂടുതലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഫുഡ് കൾച്ചർ ആയിക്കോട്ടെ, ബാക്കിയുള്ളവരോടുള്ള പെരുമാറ്റമായിക്കോട്ടെ, എല്ലാം ഭയങ്കര അടിപൊളിയാണ് ഇവർ. നമുക്ക് എല്ലാവരും പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. ഇത് ഇവിടുത്തെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്താണ് നമ്മൾ. ബോഗോ എന്നാണ് ഇവൻ്റെ പേര്. ഇത് എഗ്ഗ് വെച്ചിട്ടുള്ള എന്തോ സാധനമാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കഴിച്ച് നോക്കാം. How much for that? How much? 40. One piece 20 rupees. ഒന്നുമില്ല, മുട്ട പൊരിച്ചത് ഒരെണ്ണത്തിന് 20. നഷ്ടമാണ്.
ഇയാളെ പരിചയമുണ്ടോ? ഇയാളെ നിങ്ങൾക്ക് കുറേ ആർക്കെങ്കിലും അറിയാമായിരിക്കും. ദർശൻ മൂപ്പര് ഇവിടുത്തെ മെയിൻ ഗസ്റ്റാണ് കേട്ടോ പരിപാടിയിലെ. അർജുൻ തന്നെയാണ് ഇതിൻ്റെ പേരു. CID മൂസയിലുള്ള പോലത്തെ ഒരു പട്ടി. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ ഇപ്പോഴേ തുടങ്ങി മീൻസ് ഈ സ്ഥലം നോക്ക്, ഈ സ്ഥലം നോക്ക്, എന്താ അടിപൊളിയാലേ, ബ്യൂട്ടിഫുൾ. ഇതിവിടെ മിസോറാം NITയുടെ ഈ വീടൊക്കെ നോക്ക്. മിസോറാം NITയുടെ അടുത്താണിത്. ഇവിടെ ഒരു കട കിട്ടിയിട്ടുണ്ട് ഫൈനലി. ഇത് നമ്മളിവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കടേൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ വന്നതാണ്. കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണ്. നോക്കുമ്പോൾ അതാ നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു സാധനം ഇടുക്കി വെള്ളമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ദീസ് ആർ ഫ്രം കേരള. അപ്പൊ നമ്മളെവിടെയുള്ള സ്പോർട്സ് കോംപ്ലക്സ്, നമ്മൾ കുറച്ച് സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള. അതെ 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 ഫുട്ബോൾ, പന്തൽ. 2 മാച്ച് നടക്കുന്നുണ്ട്. ഇതാ ഓന് കാണിച്ചു തരുന്നതാണോ നമുക്ക് എങ്ങനെ പുറത്ത് പോവാന്നുള്ള. നമുക്ക് പറ്റൂല. ഓനെ കേറിറങ്ങുന്ന നോക്ക്. നമ്മള് 2 ടീമും ഇവര് 4 ടീമും എന്നാണ് ഇവര് പറയുന്നത്. ഹൗ ഇസ് ഇറ്റ്? ഇസ് ഇറ്റ് ഗുഡ്? ഒരു ഭയങ്കര കളിക്കാരാ തോന്നുന്നുണ്ട് കേട്ടോ. Come on, let's play. Come. ഇവരായിട്ടുള്ള മാച്ച് കഴിഞ്ഞ് തോറ്റാൽ 5 പുഷപ്പ് ഒരാൾ എന്നാണ് പറഞ്ഞത്. 3, 4, 5. One more. Oh. Why you are not taking? Hey. You finished? You are lying. No, I'm not lying. I'm not lying. Look, the airplane. I'm finished. Where? Oh. Nice. So where is your home? Yes. Simple അല്ലേ? Bye. Thank you. അല്ലേ? സെറ്റാണ്. Bye. ഇവിടുത്തെ സ്റ്റെപ്പ് കണ്ടോ? ഇത് കേറല്ലേ? ഇങ്ങനാണ്. എത്ര ഉണ്ട് ഇതുപോലത്തെ? ഇതാ ഇനി അടുത്ത സ്റ്റെപ്പ് കയറാ. ഭയങ്കര കാർഡിയോ ആണ്, കാലൊക്കെ സെറ്റാവും. ഇവൻ കയറി കണ്ടില്ലേ? യെസ്. ഇനി ബാക്കി സ്റ്റെപ്പ് കയറുന്നതിൻ്റെ മുമ്പേ ഇവിടുന്ന് ചിക്കൻ പുലാവ് ഉണ്ട്, അപ്പോൾ അത് കഴിക്കാമെന്ന്. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ കടകളിൽ നിന്നാണ് കഴിക്കുന്നത്. ബിക്കോസ് ഇവിടെ വേറെ ഒരു കടകളും ഓപ്പൺ അല്ല സൺഡേ.
അപ്പോൾ ചിക്കൻ പുലാവ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ അതെ ചെടി, പച്ചച്ചെടി. ഈ വീട്ടിലുള്ള ആൾക്കാർ കഞ്ചാവ് തോട്ടാണിത്. ലീഗലല്ല, പക്ഷേ ഇവിടെ ആൾക്കാർ പ്രൈവറ്റായിട്ട് 1, 2, 3 ചെടികളൊക്കെ വളരെ പ്രൈവറ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അടിപൊളി സൺസെറ്റാണ്, റിഫ്ലക്ഷൻ. ഓക്കെ, സൺസെറ്റ് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കേട്ടോ, അതിൻ്റെ റിഫ്ലക്ഷനാണ്, കണ്ടില്ലേ? കാണാം. ബൈ സ്പോർട്സ്. ബൈ. അപ്പോൾ അതാണ് നമ്മളെ മച്ചാൻ നിൽക്കുന്ന റൂം. എൻ്റെ ഹോസ്റ്റലാണ്. ഇവിടുന്ന് എൻ്റെ ഹോസ്റ്റലിലേക്കൊരു 2.5 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മൾ നടക്കാൻ പോകാമെന്ന്, വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടെ 4:30 മണി ആയിട്ടേ ഉള്ളൂ, രാത്രി ആയി. നല്ലോണം ആവുന്നതിൻ്റെ മുമ്പേ റൂം പിടിക്കാം. ഇതൊരു ബ്യൂട്ടിഫുൾ ഫ്രെയിമല്ലേ? ഞാൻ ഏകദേശം റൂമിലേക്ക് നടന്നെത്താനായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് സ്റ്റക്കായി. ഇന്നിവിടെ ട്രാഫിക് പോലീസോ അങ്ങനെ ഒന്നുമില്ല. തിരക്കന്നെ ഭയങ്കര കുറവാണ് റോഡിൽ. സൺഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഓഫ് ഡേ ആണ്. അപ്പോൾ ഇതാ ഫുഡ് ഉണ്ടാക്കി, എഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ സാധനം സെറ്റാവുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശപ്പ് മാറണ്ടേ? അപ്പോൾ യെസ്, കൂളമ്മൂമ്മ കണ്ടില്ലേ? മൂപ്പര് ആ ട്രഡീഷണൽ സാധനം വലിച്ചുകൊണ്ടാണ് ഫുൾ ടൈം ഉണ്ടാവുക. അപ്പോൾ നാളെ തൊട്ട് ഞാൻ ഒറ്റയ്ക്കല്ല എക്സ്പ്ലോർ ചെയ്യുന്നത്, ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആരാ എങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ കാണിക്കാം. ഇപ്പോൾ എത്തും, ഒരു 10 മണി അങ്ങനെയൊക്കെ ആകുമ്പോൾ ചങ്ങായി എത്തുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഫുൾ വെജിറ്റബിൾ ആണ്. There are other 4 people coming with him, I think, no? So I have to cook another one. ഓക്കെ, ഇവിടെ ഇന്ന് വേറെ ഗസ്റ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മളെ ഫ്രണ്ടും വരുന്നുണ്ട്. അപ്പോൾ വരുന്ന സെയിം ട്രെയിനിലാണ് മറ്റുള്ളവരും വരുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. എന്നാലും കഴിച്ചു നോക്കട്ടെ. എന്തെല്ലാണ് ഉഷാറിന്റെ ഫുൾ സെറ്റപ്പ് ഉണ്ട്, ഫുൾ സെറ്റപ്പാണ്. നമ്മളിതാ ക്യാമ്പിങ്ങും പരിപാടിയെല്ലാം അന്ന് 2 ദിവസം കൊണ്ട് കാണിച്ചു തരാം എല്ലാ പരിപാടിയും.